ചതക്കണവ ആയതുകൊണ്ട് മാത്രമാണ് ഈ കണവയെ ഞങ്ങൾ കറി വയ്ക്കുന്നത്. വേക്കണവയാണെങ്കിൽ കറി വയ്ക്കത്തില്ല. ഇതിനേക്കാളും കനം കൂടുതലും അത്ര ടേസ്റ്റ് കാണത്തില്ല. ഇത് കണവയെക്കാളും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നല്ലപോലെ കുക്കറിൽ അടിച്ച് വേവിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. കുക്കറിൽ തന്നെ വേവിക്കണം, അതായത് ഇതിൻ്റെ വെന്ത് കിട്ടത്തില്ല. അവനെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കിട്ടിയ സാധനങ്ങളാണ് പൊടിമീനുകൾ. നിറച്ച് പൊടിമീൻ കിടപ്പുണ്ട്. വേണ്ട, ചെറിയ മീനാണ്. വേറെ ഒന്നും ആരെയില്ല, വെറും പൊടിമീൻ തന്നെ കിടപ്പുണ്ട്. പിന്നെ ഇതവൻ്റെ കടുപ്പ് കയ്പ്പ് വേണ്ട. നമുക്ക് വേക്കണവയിലാണെങ്കിൽ ഇതേപോലെ സെൻറ്ററിൽ ഓട് പോലത്തതാണ്. അതൊരു നല്ല കട്ടിയുള്ളൊരിതാണ്. ഇതിലങ്ങനെയൊന്നുമില്ല. ഈ ഒരു നരമ്പ് മാത്രമേ ഉള്ളൂ. ഈ നരമ്പിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണം. നമ്മുടെ കണവയിലുള്ളതുപോലെ ഉള്ളതാണ്. എല്ലാ കണവയിലും ഇത് കാണും. ഇതാണ് ശരിക്കുമുള്ള ചതക്കണവ. ഇത് വിദേശത്തൊക്കെ ഭയങ്കര ഓഫറാണ്. എന്തുകൊണ്ടെന്നറിയാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു സാധനത്തിന് വില കിട്ടാറില്ല. ഇത് കരയിലിറക്കുകയാണെങ്കിൽ ലേലക്കാരന്മാർ കൊണ്ടുപോകും, അല്ലെങ്കിൽ മുതലാളിമാർ കൊണ്ടുപോകും. അതുകൊണ്ട് മുതലാളിയും കൊണ്ടുപോകണ്ട, ലേലക്കാരും കൊണ്ടുപോകണ്ട. എല്ലാ പ്രാവശ്യവും ലേലക്കാരാണ് കൊണ്ടുപോകുന്നത്. ഈ പ്രാവശ്യം മുതലാളി അധികം കൊണ്ടുപോകത്തില്ല. ലേലക്കാർ കൊടുത്തുവിടും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് വേറെ ബോട്ടിലുള്ളവർ എടുത്തുകൊണ്ട് പോകും. ഈ പ്രാവശ്യം ഞങ്ങൾ കറി വെച്ച് തിന്നാൻ പോകും. പൊതുവേ ഞങ്ങൾക്കുണ്ടല്ലോ വലയിൽ നിന്ന് കയറുന്ന ഫ്രഷ് മീൻ ഇതേ കണക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് പുഴുങ്ങി തിന്നാനാണ് ഇഷ്ടം. അതുപോലെയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പുഴുങ്ങിയെടുത്തത് കുക്കറിൽ. ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുത്താൽ ഇതേപോലെ ചതക്കണവ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബർ, സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക. എന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജായിട്ട് അയയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.